ഹായ്, നമ്മളെല്ലാവരുടെയും വീട്ടിലും കാണും ഇതുപോലൊരു സ്റ്റീൽ പൈപ്പ് ലീക്ക് കാരണം നമ്മളെടുത്ത് ഒഴിവാക്കിയത്. എന്നിട്ട് 1000-500 കൊടുത്ത് നമ്മൾ പുതിയൊരെണ്ണം വാങ്ങും. എന്നാൽ അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. ഇതിൻ്റെ ലീക്ക് കാരണമാണ് എല്ലാവരും പലപ്പോഴും ഇത് ഒഴിവാക്കുന്നത്. പക്ഷേ ഇത് നേരെയാക്കാൻ നമുക്ക് വെറും 1 മിനിറ്റ് മാത്രം മതി. ഇതിൻ്റെ ഇവിടെ ഒരു സ്ക്രൂ ആണുള്ളത്, നമ്മുടെ എല്ലങ്കി എന്ന് പറയും. ഇത് ഈ ഒരു സാധനം, ഇത് നമ്മുടെ ആഡ്വൈസിലൊക്കെ ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 20 രൂപ 10 രൂപയൊക്കെ ഉള്ളൂ ഇത് അയക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ചിലത് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടാറുണ്ട്, പൈപ്പൊക്കെ നമ്മൾ മേടിക്കുന്ന ടൈമിൽ. അപ്പോൾ ഇത് റിപ്പയർ ചെയ്യാൻ ആദ്യം നമുക്കിത് അയക്കാം. ദേ ഇത്രയുള്ള സ്ക്രൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ ഫിറ്റിങ്സ് കാര്യങ്ങളായിട്ട് വരുന്നത്. ഇതിലധികം കംപ്ലൈൻറ്റ് വരാനുള്ള ചാൻസ് എന്താണെന്ന് വെച്ചാൽ, ഇതിലൂടെ വെള്ളം നന്നായിട്ട് കയറി ഇറങ്ങി വരുമ്പോൾ ഇതിൽ ചില ഭാഗത്ത് തുരുമ്പ് വരാറുണ്ട്. ചിലപ്പോൾ ഇതിലൂടെ കച്ചറ കയറിയിട്ട് ലോക്കാവാറുണ്ട്. ചിലതിൻ്റെ വാഷറിന് കംപ്ലൈൻറ്റ് ആവാറുണ്ട്. അങ്ങനെ പലതും വരാറുണ്ട്. പക്ഷെ നമുക്ക് ഇതിനിപ്പോൾ എന്താണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്നുള്ളത് നോക്കാം. ഇതുപോലെ ഒരു ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി സുഖമായിട്ട് ഇത് അഴിക്കാൻ പറ്റും. കാരണം തുരുമ്പൊക്കെ കയറിയിട്ട് നല്ല ടൈറ്റായിട്ടായിരിക്കും ഇത് ഇരിക്കുന്നുണ്ടാവുക. ഒരു 10 മിനിറ്റ് നേരം ഈ ഓയിൽ ഒഴിച്ച് വെച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് അത് ഊരിയെടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ കയ്യിൽ സ്പാനർ ഉള്ളതുകൊണ്ട് അടുത്ത് നിങ്ങൾക്ക് കട്ടിംഗ് പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ കട്ടിംഗ് പ്ലെയർ യൂസ് ചെയ്തിട്ടും അതേറ്റവും എടുക്കാം. ഇത് നമ്മൾ ഓയിൽ ഒഴിച്ചുകൊണ്ട് തന്നെ നന്നായിട്ട് പെട്ടെന്ന് ഊരി കിട്ടുന്നുണ്ട്. ഇത് കണ്ട ഇതിൻ്റെ ഉള്ളിൽ കച്ചറ കുറച്ചുണ്ട്. അതുപോലെ ഇതാണ് സാധനം. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് നോക്കിയപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു കച്ചറ കുടുങ്ങി കിടക്കുന്നുണ്ട്. മിക്കവാറും അധികം സംഭവിക്കാറ് ഇത് കുറേ ഇരുന്നിട്ട് തുരുമ്പ് വന്നിട്ട് അതിലൂടെ ലീക്ക് വരാനാണ് അധികം ചാൻസ് ഉണ്ടാവാറ്. അങ്ങനത്തെ കേസിൽ നിങ്ങൾക്ക് ഈ സാധനം ആഡ്വൈസിൽ പോയിട്ട് മാറ്റാൻ മാത്രമേ ഉള്ളൂ. ഇത് പുതിയൊരെണ്ണത്തിന് ഏകദേശം 80 രൂപ 90 രൂപ മാത്രമേ ചിലവ് വരുന്നുള്ളൂ. 500 രൂപ 1000 രൂപ കൊടുത്ത് ഒരു പൈപ്പ് വാങ്ങുന്നതിനേക്കാളും നല്ലതാണ് ഈ ഒരു സംഭവം മാത്രമായിട്ട് മാറ്റുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ വെള്ളം വന്ന് ക്ലോസ് ആവുകയും ഓപ്പൺ ആവുകയും ചെയ്യുന്ന ആ ഒരു ഏരിയയിൽ കച്ചറ വന്നതാണ്. നമ്മൾ വെള്ളം വരുമ്പോൾ അതിൻ്റെ കൂടെ കച്ചറ വന്നടഞ്ഞിട്ട് ഇത് ശരിക്കും ക്ലോസ് ആവുന്നില്ല. അപ്പോൾ വെള്ളം ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു സൈഡിലൂടെയൊക്കെ ആയിട്ട്. അതാണ് ഇതിൻ്റെ പ്രശ്നം. നമ്മൾ പലപ്പോഴും ചെറിയൊരു സംഭവത്തിൻ്റെ ചെറിയൊരു കംപ്ലൈൻറ്റ് കണ്ടാൽ അയ്യോ ഇനി ഇത് വേണ്ടെന്ന് പറഞ്ഞിട്ട് പുതിയ ഒരെണ്ണം നന്നായിട്ട് ക്യാഷ് കൊടുത്ത് വാങ്ങും. പക്ഷേ നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ശരിയാക്കാൻ മാത്രമേ ഉള്ളൂ എന്ത് സാധനമാണേലും. ഇപ്പോൾ നിങ്ങളിത് നോക്കിയേ, ഇതിൻ്റെ ഉള്ളിലിതാ ഈ കിടക്കുന്നു. ഇവൻ കാരണമാണ് ഏകദേശം ഈ ഒരു പൈപ്പ് 6 മാസത്തോളം കംപ്ലൈൻ്റ് ആയിട്ട് എടുത്ത് വെച്ചതായിരുന്നു. ഒരു തെങ്ങിൻ്റെ എന്തോ ഒരു സംഭവമാണ്. അതിവിടെ ലോക്കായി കിടക്കുമ്പോൾ ഇത് ശരിക്കും അടയുന്നില്ല. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫിറ്റ് ചെയ്യാൻ തിരിച്ച്. അത്രയേ ഉള്ളൂ ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സാധനമൊക്കെ ഒന്ന് ഊരിയെടുത്ത് ക്ലീൻ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഒരു റബ്ബറിൻ്റെ വാഷറാണ് വരുന്നത്. ഇത്രയാണ് അതിൻ്റെ കാര്യങ്ങൾ വരുന്നത് ഇതിൽ. പിന്നെ ഇതുപോലുള്ള ചെറിയ ചെറിയ പൊടിക്കൈകൾക്കും ടിപ്സിനൊക്കെ വേണ്ടിയിട്ടും പിന്നെ നല്ല ബഡ്ജറ്റഡായിട്ടുള്ള ഹോം ഐഡിയാസ്, ഹോം ഡിസൈൻസ്, ചില ഇൻഫർമേഷൻസ്, ഇതുപോലുള്ളൊരു വീടുമായി കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ചാനലൊന്ന് കയറി നോക്കാം കേട്ടോ. കയറി നോക്കി ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി ഇത് നമുക്ക് ഇതേപോലെ തിരിച്ച് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം നമ്മുടെ പൈപ്പ് ഏകദേശം റെഡി ആയി കഴിഞ്ഞു. ഇതിനിപ്പോൾ വലിയ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ റിപ്പയർ ചെയ്ത ടാപ്പ് പഴയതുപോലെ തന്നെ തിരിച്ച് ഫിറ്റ് ചെയ്ത് എവിടെയായിരുന്നു നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് ലീക്ക് കാര്യങ്ങളെല്ലാം നിന്നോ എന്നുള്ളത് കൺഫേം ചെയ്യുക. എന്നിട്ടും ലീക്ക് നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ഞാനുമായി യാതൊരു ബന്ധവുമില്ല. ഞാനിങ്ങനൊരു വീഡിയോ ചെയ്തിട്ടുമില്ല. നന്ദി, നമസ്കാരം.